ഹരിയാനയിൽ അമർജിത്ത് മന്ദീപ് എന്ന് പറയുന്ന രണ്ട് സഹോദരങ്ങൾ ജീവിച്ചു വരികയാണ്. ഇവരെ വീട്ടിലെ അച്ഛനും അമ്മയും ഉണ്ട്. ഇവരെ 4 പേരാണ് വീട്ടിൽ ജീവിക്കുന്നത്. ഇവർക്ക് 2 പേർക്ക് 3 സഹോദരിമാരുണ്ടായിരുന്നു. ഈ 3 സഹോദരിമാരെ വിവാഹം കഴിച്ച് അയച്ചിട്ടുണ്ടായിരുന്നു. മന്ദീപാണ് ആ വീട്ടിലെ മൂത്ത പുത്രൻ. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൻ ചെറിയ രീതിയിലുള്ള വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവൻ വിസമ്മതിക്കുന്ന ഒരു കാര്യങ്ങൾ ആ വീട്ടിൽ നടത്താൻ ഇവൻ സമ്മതിക്കില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വാശി പിടിച്ച് അതിന്മേൽ ഇവൻ കടിച്ചു തൂങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. മറിച്ച് ഇവന്റെ സഹോദരനെ നോക്കുകയാണെങ്കിൽ ഇവന്റെ സഹോദരൻ വളരെയധികം പാവം പിടിച്ചൊരുത്തനായിരുന്നു. ഇതുപോലെ തന്നെ മുൻകോപവും കാര്യങ്ങളും ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു അമർജിത്ത് എന്ന് പറയുന്ന ഇവൻ. ഈ അമർജിത്ത് എന്ന് പറയുന്ന ഇവൻ ആധാർ കാർഡിന്റെ ക്യാമ്പും കാര്യങ്ങളൊക്കെ നടത്തി വരുന്ന ഒരുത്തനായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൻ ആധാർ കാർഡിന്റെ ക്യാമ്പും കാര്യങ്ങളൊക്കെ നടത്തുന്നതിനിടയിൽ തന്നെ ഇവൻ ഒരുത്തിയെ കാണുകയാണ്. കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവളെ ഇവനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അവളുടെ പേരാണ് മധു എന്ന്. മധു എന്ന് പറയുന്ന ഇവളെ ഇവനിക്ക് ഇഷ്ടപ്പെടുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വിവാഹം കഴിക്കണം എന്ന രീതിയിലുള്ള കാരണങ്ങളെല്ലാം ഇവരെ മനസ്സിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും സംസാരിക്കും. പിന്നീട് ഇവർ രണ്ടുപേർക്ക് വിവാഹം കഴിക്കണമെന്ന് ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർ നേരെ പോയി വീട്ടിലുള്ള കാര്യങ്ങൾ മുഴുവൻ പറയുകയാണ്. വീട്ടിലുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞത് കൊണ്ട് തന്നെ വീട്ടിലുള്ള അച്ഛനും അമ്മക്കെല്ലാം കാര്യങ്ങളൊക്കെ സന്തോഷമാകുകയാണ്. മകനെടുത്തി കൂട്ടിക്കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. വിവാഹത്തിന് വേണ്ടിയിട്ട് അച്ഛനും അമ്മയും കൂടി സമ്മതിക്കുകയാണ്. അന്നേരം മൂത്ത ഏട്ടനായ മന്ദീപിനടുത്തുള്ള കാര്യങ്ങൾ മുഴുവൻ പറയുകയാണ്. അപ്പോഴാണ് വേറൊരു കാര്യം സംഭവിക്കുന്നത്. ഈ മന്ദീപ് ചോദിക്കുകയാണ് അവൾ ഏതാണ് മതം എന്ന് ചോദിക്കുകയാണ്. നമ്മളെ കുലത്തിൽ പെടാത്ത ഒരുത്തി ആയതുകൊണ്ട് തന്നെ ഈ വീട്ടിലോട്ട് ഞാൻ കയറ്റാൻ സമ്മതിക്കില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. ആ വീട്ടിൽ വേറെ ആർക്കും ഒരു പ്രശ്നമില്ല. ഏട്ടനായ ഈ മന്ദീപിന് മാത്രമായിരുന്നു പ്രശ്നമുണ്ടായിരുന്നത്. പിന്നീട് ഈ മന്ദീപിനെ സമ്മതിപ്പിക്കാൻ വേണ്ടി 5 മാസത്തോളം ഇവൻ വൈത്താല നടക്കുകയാണ്. അമർജിത്ത് 5 മാസത്തോളം വൈത്താലം നടന്നിട്ട് യാതൊരു തരത്തിലുള്ള ഇവൻ സമ്മതിക്കുന്നില്ല. വീട്ടിൽ വേറെ ആർക്കും പ്രശ്നമില്ല. ഇവനിക്ക് ആയതുകൊണ്ട് തന്നെ പ്രശ്നം ഈ ഏട്ടനായ സഹോദരനായ മന്ദീപിന് മാത്രമായതുകൊണ്ട് തന്നെ അമർജിത്ത് നേരെ കൊണ്ടുപോയി അമ്പലത്തിൽ വെച്ച് താലി കെട്ടി ഇവിടെ വിവാഹം കഴിക്കുകയാണ്. പിന്നീട് വീട്ടിലോട്ടും കൂട്ടിക്കൊണ്ടുവന്നു. അതേ സമയം ഈ അമർജിത്തിന്റെ അമ്മക്കും അച്ഛനും ചെറിയ രീതിയിലുള്ള ഷോക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ ഇവർ പിന്നീട് ആ വിവാഹത്തിന് സംഭവിച്ചത് കൊണ്ട് തന്നെ ആ വീട്ടിലോട്ട് കയറ്റിയാണ്. പക്ഷെ സഹോദരനായ മന്ദീപിന് യാതൊരു തരത്തിൽ ഈ വിവാഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വീട്ടിൽ കയറ്റില്ല എന്ന രീതിയിലുള്ള വാക്കുതർക്കങ്ങളും കാര്യങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടാകുകയാണ്. പിന്നീടുണ്ടായ ദിവസങ്ങളിൽ ഓരോ ദിവസങ്ങളും അതായത് വെറുതെ രീതിയിൽ ഈ അമർജിത്തിന്റെ അടുത്തും അതുപോലെ തന്നെ ഈ ഭാര്യയുടെ അടുത്തും വെറുതെ തന്നെ ഈ മന്ദീപ് ഓരോ കാരണങ്ങൾ പറഞ്ഞ് വെറുതെ തന്നെ ഓരോ ഏതും ഉണ്ടാക്കലായിരുന്നു പതിവ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വീട്ടിൽ വഴക്കുണ്ടാവാറ് പതിവായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അമർജിത്ത് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഏട്ടൻ ഇങ്ങനെ തന്നെയാണ്. ഏട്ടന്റെ സ്വഭാവത്തിൽ ചെറിയ രീതിയിലുള്ള മുൻകോപം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏട്ടൻ ഇങ്ങനെയാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്റെ സ്വന്തം ഭാര്യയുടെ അടുത്തുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. പിന്നീട് 5 മാസത്തോളം മുന്നോട്ട് പോവുകയാണ്. പിന്നീട് ഇവന്റെ ഭാര്യ പ്രഗ്നന്റ് ആവുകയും ചെയ്യുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മന്ദീപിന്റെ ഉള്ളിലുള്ള ദേഷ്യങ്ങൾ കൂടിക്കൂടി വരാൻ തുടങ്ങിയാണ്. ഇവൻ സ്വന്തം ജാതിയിൽപ്പെട്ടാത്ത ഒരാളെയാണ് വിവാഹം കഴിച്ച് കൊണ്ടുവന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവന്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് ആ കുഞ്ഞ് ജന്മം നൽകുന്നുണ്ട്. കുഞ്ഞിന് ജന്മം നൽകുന്ന കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഇവന്റെ പക കൂടിക്കൂടി വരികയാണ്. എങ്ങനെയെങ്കിലും ഇവരെ കൊല്ലണം എന്ന രീതിയിൽ ഇവൻ ചിന്തിക്കാൻ തുടങ്ങിയാണ്. എന്നാലും തനിക്ക് മനസ്സമാകത്തോടെ ജീവിക്കാൻ പറ്റൂ എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവനില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഉണ്ടാക്കി ഇങ്ങനെ പറയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ അച്ഛനും അമ്മയും ഒരു ദിവസം അമ്പലത്തിലോട്ട് പോവുകയാണ്. മെയ് 23, 2023 ഇവർ അമ്പലത്തിലോട്ട് വീട്ടിൽ നിന്നും ഇറങ്ങിയ ടൈമിന് ഏകദേശം കുറച്ച് ദൂരമേ എത്തിയിട്ടുള്ളൂ. അതായത് വീട് കണ്ണിൽ നിന്നും കാണാതാവാതെ അത്ര ദൂരം പോലും എത്തിയിട്ടില്ല. വീട്ടിൽ നിന്നും എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അത് കേൾക്കാൻ പറ്റുന്ന അത്രയും ദൂരം മാത്രമേ ഈ അച്ഛനും അമ്മയും എത്തിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ വീട്ടിനകത്ത് നിന്നും ഒരാൾ അലർന്ന് കരയുന്ന ഒരു സൗണ്ട് ഈ അച്ഛനും അമ്മയും കേൾക്കുകയാണ്. പെട്ടെന്ന് തന്നെ വീട്ടിനകത്തോട്ട് പോയി നോക്കുമ്പോൾ ഇവർക്ക് കാണാൻ കഴിഞ്ഞത് അമർജിത്തിന്റെ റൂമിൽ ചോരയിൽ കുളിച്ച് അവിടെ മരണപ്പെട്ട രീതിയിലായിരുന്നു കാണാൻ കഴിഞ്ഞത്. തൊട്ടടുത്ത് തന്നെ അമർജിത്തിന്റെ ഭാര്യയും അതുപോലെ തന്നെ കുഞ്ഞും എവിടെയെന്ന് തൊട്ടടുത്ത റൂമിൽ പോയി നോക്കുമ്പോഴാണ് അവിടെ കണ്ടത് ഇവരെ മൂത്ത മകനായ മന്ദീപ് കത്തിയുമായി ആ റൂമിൽ നിന്നും ചോരയിൽ കുളിച്ച് ഇറങ്ങി വരുന്നതാണ് ഈ മാതാപിതാക്കൾക്ക് കാണാൻ കഴിഞ്ഞത്. അവരെ ഭാര്യയെ കഴുത്തറുത്ത് കൊന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുഞ്ഞിന്റെ ദേഹത്ത് മുറിവും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് അച്ഛനും അമ്മയും അലറിക്കരയുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അയൽവാസികളെല്ലാം പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് വന്നു. ഈ കുഞ്ഞ് ചെറിയ രീതിയിലുള്ള അനക്കവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ കുഞ്ഞിനെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും കുഞ്ഞ് രക്ഷപ്പെട്ടില്ല. അവിടെ മരണപ്പെടുകയാണ് ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ വിവരങ്ങളെല്ലാം പോലീസുകാരെ വിളിച്ച് പറഞ്ഞു. പിന്നീട് ഇവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസുകാർ ഇവനെ അന്വേഷിച്ച് ഇറങ്ങി യാതൊരു സ്ഥലത്തും ഇവനെ കാണുന്നില്ല.
തൊട്ടടുത്ത ഗ്രാമത്തിൽ ഇവന്റെ സഹോദരിയെ കെട്ടിച്ചു വിട്ട വീട്ടിൽ അവിടെ ഇവന്റെ വാഹനം കണ്ടു എന്ന രീതിയിൽ പോലീസുകാർക്ക് മനസ്സിലായി. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ പെട്ടെന്ന് തന്നെ ആ സ്ഥലത്തോട്ട് പോവുകയും ആ സഹോദരിയുടെ വീട് സെർച്ച് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. പക്ഷെ പോലീസുകാരെ വഴിതെറ്റിക്കാൻ വേണ്ടിയായിരുന്നു അവിടെ ഇവൻ കൊണ്ടുപോയി വാഹനം ഇട്ടത്. പിന്നീട് കുറച്ച് മാസങ്ങളോളം മുന്നോട്ട് പോവുകയാണ്. പിന്നീടാണ് പോലീസുകാർക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. ഇവന്റെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ തന്നെ ഇവൻ ഒരു പിച്ചക്കാരൻ്റെ വേഷം കെട്ടി അവിടെ നിൽക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള ഇൻഫർമേഷൻ പോലീസുകാർക്ക് ലഭിച്ചു. പെട്ടെന്ന് തന്നെ പോലീസുകാർ അമ്പലത്തിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. പിച്ചക്കാരൻ്റെ വേഷം കെട്ടി അവിടെ തന്നെ ആർക്കും മനസ്സിലാകില്ല എന്ന രീതിയിൽ തന്നെ അവിടെ പിച്ച തെണ്ണുന്ന ഒരു രീതിയിലായിരുന്നു അവനെ പോലീസുകാർക്ക് കാണാൻ സാധിച്ചത്. പെട്ടെന്ന് തന്നെ പോലീസുകാർ ഇവനെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് പിന്നീട് ഇവനെ കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്തായിരുന്നു ഇവനുള്ള കാര്യങ്ങൾ മുഴുവൻ തുറന്നു പറഞ്ഞത്. ഈ കൊലപാതകം ഞാൻ തന്നെയാണ് ചെയ്തത്. ചെയ്യാനുണ്ടായ കാരണം അവൻ ഞങ്ങളെ ജാതിയിൽപ്പെട്ട ഒരുത്തിനെ ആയിരുന്നില്ല ഇവൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വീട്ടിൽ നിന്ന് ഞാൻ അവനോട് പറഞ്ഞു അവളെ ഉപേക്ഷിക്കാൻ വേണ്ടി. അവൻ അത് കേട്ടില്ല. പിന്നീട് അവർക്ക് രണ്ടുപേർക്കും കൂടി ഒരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഞാൻ അവരെ 3 പേരെയും കൊലപാതകം ചെയ്തത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസുകാരോട് ഇവൻ പറയുകയാണ്. നമ്മൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിലും നല്ല വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ അഫ്രാദ്.